അങ്ങനെ ആത്മവിശ്വാസം അവിടെ ഉണ്ട് എങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള നിലപാട് CPI ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അല്പസമയം മുമ്പ് GR അനിൽ ഈ സെക്രട്ടറി യോഗം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രതികരണത്തിന് തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ് നിലപാടിൽ ഒരു മാറ്റവുമില്ല, ആദ്യഘട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം ഇതിനിടയിൽ CPM-ന്റെ നേതൃനിരയിൽ നിന്ന് CPI-യുടെ നേതൃനിരയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അയവ് അല്ലെങ്കിൽ ഒരു മയപ്പെടുത്തൽ ഉണ്ടായേനെ. ഒരു തരത്തിലുമുള്ള അയവോ മയപ്പെടുത്തലോ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ GR അനിലിന്റെ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്പസമയം മുമ്പാണ് മന്ത്രി സെക്രട്ടറി യോഗം കഴിഞ്ഞ് ഇവിടുന്ന് മടങ്ങിയത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം, ഒരു നിലപാടിൽ മാറ്റമുണ്ടോ? ഒരു നിലപാടിൽ ഒരു മാറ്റവുമില്ല. ആദ്യഘട്ടത്തിൽ എന്ത് സ്വീകരിച്ചോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. മറ്റ് കാര്യങ്ങൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വൈകിട്ട് നിങ്ങളോട് വിശദീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി മാറിപ്പോവുകയാണ് ചെയ്തത്. അതേസമയം ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ചോദിക്കുമ്പോഴും അക്കാര്യവും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയും എന്ന് പറയുകയാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊരു ചിത്രത്തിന് വ്യക്തത വരും. എന്തായാലും ഇതിനകത്ത് നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ ആദ്യഘട്ടത്തിൽ PM ശ്രീയിൽ എന്ത് നിലപാട് സ്വീകരിച്ചോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI നേതൃത്വം ഇപ്പോഴും ചെയ്യുന്നത്. ഒരു തരത്തിലുമുള്ള അനുനയ നീക്കത്തിന് തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി CPI പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഒരു പാലത്തിലൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞാൽ പോലും ആ പാലത്തിലേക്ക് ഇനി ഞങ്ങൾ ഒരുമിച്ച് നടക്കാനില്ല എന്നുള്ളൊരു ധ്വനി അവരുടെ വാചകത്തിൽ നിന്നുണ്ട്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് CPM ആണ്. അപ്പോൾ CPI എന്തുകൊണ്ട് മുഖവിലക്കെടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടി CPI ചോദിക്കുന്നുണ്ട്. അപ്പോൾ CPIയുടെ ചോദ്യത്തിന് CPM എന്ത് മറുപടി പറയും അതുകൂടി കേട്ടതിന് ശേഷമായിരിക്കും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുക. അതിലെടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വാർത്താസമ്മേളനം നടന്ന 5 മണിക്കാണ്. 3:30-ക്ക് MP ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തി അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കും. അതുകൂടി കേട്ടതിന് ശേഷം CPIയുടെ കാര്യങ്ങൾ പറയാം എന്നുള്ള ഒരു തീരുമാനം കൂടി CPI നേതൃത്വം കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം കേൾക്കണം, CPM-ന്റെ വിശദീകരണം കേൾക്കണം. അതുകൂടി കേട്ടുകൊണ്ട് CPI നിലപാട് വിശദീകരിക്കും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം നിലപാടിൽ ഒരടി പോലും മാറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് CPI നേതൃത്വം നിലപാടെടുത്തത് സ്വീകരിച്ചിട്ടുള്ളത്. അമൃത. ഷിജോ, അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിന് ഒരു പരാതി അല്ലെങ്കിൽ ഒരു കത്ത് കൂടി അയച്ചിട്ടുണ്ട് ബിനോയ് വിശ്വം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണോ അവിടെയും പ്രതികരണം? സ്വാഭാവികമായിട്ടും ബിനോയ് വിശ്വത്തിനകത്ത് ഇതിനകത്തുണ്ടായിട്ടുള്ള അതൃപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിനകത്തൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടറി D രാജയ്ക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. അപ്പോൾ CPM മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം D രാജയ്ക്ക് അയച്ച കത്തിലുണ്ട്. അപ്പോൾ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പറയുമ്പോൾ അതിനകത്ത് പാർട്ടി പറയുന്ന എന്ത് തീരുമാനത്തിനൊപ്പവും നിൽക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. ഒട്ടും ചെറുതല്ലാത്ത വലിയ തരത്തിലുള്ള അതൃപ്തി മന്ത്രിമാർക്കും ഈ പറയുന്ന LDF-ലെ ഈ പറയുന്ന മന്ത്രിമാർക്ക് CPM-നെതിരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവരെ പോലും മുഖവിലക്കെടുക്കുന്നില്ല. ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ദേശീയ സെക്രട്ടറി D രാജയ്ക്ക് ഒരു കത്ത് കൊടുക്കുന്നു. കത്ത് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ആ തിടുക്കപ്പെട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തു, ആ തിടുക്കപ്പെട്ട് ഇത് ഇങ്ങനെ ഒപ്പിട്ടതിനകത്ത് ഒരു ഗൂഢാലോചന ഇല്ലേ, അത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് CPI സംസ്ഥാന സെക്രട്ടറി ദേശീയ സെക്രട്ടറി അയച്ച കത്തിൽ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ് CPI-യുടെ നിലപാടെന്നുള്ളത് നമുക്ക് വൈകിട്ട് 5 മണിക്ക് ശേഷം അറിയാം. അമൃത. ഓക്കെ, ഇനിയിപ്പോൾ അറിയേണ്ടത് ഏത് രീതിയിലായിരിക്കും അനുനയ ശ്രമങ്ങൾ നടക്കുക എന്നുള്ളത് തന്നെയാണ്. ഷിജോ, ഇന്നിപ്പോൾ CPM യോഗത്തിനിടയിലും വലിയ അതൃപ്തി അംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്. CPM-നകത്ത് ഇതിനകത്ത് ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. CPI-യുടെ അതൃപ്തിയെ വകവെക്കേണ്ടതില്ല, അതിനെ അത്ര ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചെങ്കിലും ഇനി അങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരെ കൂടി ഒന്ന് അനുനയിപ്പിച്ച് ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത തരത്തിൽ കൊണ്ടുപോകേണ്ടത് CPM-നെ സംബന്ധിച്ച് അങ്ങേയറ്റം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് 2 തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഒട്ടും താമസിയാതെ വരും. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിന് പിന്നാലെ ഏതാണ്ട് മാസങ്ങൾക്കിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്നു. അപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം തിരിച്ചടി ഉണ്ടാക്കും. കാരണം 3ാം തുടർഭരണം ലക്ഷ്യമിടുന്ന CPM-ന് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയാൽ തുടർഭരണം സാധ്യമാവുകയില്ല. അപ്പോൾ അത്തരത്തിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ എല്ലാ കാര്യങ്ങളും രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ഇവിടെ എന്തുകൊണ്ട്
PMC പദ്ധതിയിൽ CPI ഉയർത്തിയ എതിർപ്പിനെ എന്തുകൊണ്ട് ഗൗരവത്തിലെടുക്കാൻ CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഉയർന്നു വന്നപ്പോൾ CPM-നും CPI-ക്കും ഒരേ സ്വരമായിരുന്നു. PMC പദ്ധതിയിൽ ഒരേ സ്വരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്ന CPM എന്തുകൊണ്ട് അവസാന നിമിഷം ഇതിനകത്തൊരു മാറ്റം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മാറി ചിന്തിച്ചു? അത് വിശദീകരിക്കേണ്ട ബാധ്യത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്, CPM-നുണ്ട്. അപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായിട്ട് വിശദീകരിച്ച് പറയേണ്ടതാണ്. അത് പറയാത്തടത്തോളം കാലം CPI-യുടെ അതൃപ്തി തുടരുക തന്നെ ചെയ്യും. അവരുടെ നിലപാടിൽ മാറ്റമില്ലാതെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഇതിനകത്ത് CPI നിലവിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച അതേ നിലപാട് ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് CPI-യുടെ വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. മന്ത്രി GR അനിലും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും എന്താണ് ഇതിനകത്ത് അന്തിമ ചിത്രം? 27-ാം തീയതി ചേരുന്ന CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇവരുടെ അന്തിമ തീരുമാനങ്ങൾക്ക് അന്തിമമായിട്ടുള്ള ഒരു ചിത്രം നൽകും. അത് ആ തീരുമാനം അവിടെയായിരിക്കും അംഗീകരിക്കപ്പെടുക. എന്തായാലും ആ CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ നിലപാടിൽ ഒരിറ്റ് വെള്ളം ചേർക്കാൻ CPI നേതൃത്വം ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വൈകിട്ട് 5 മണിക്ക് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കാര്യത്തിനടക്കം കൂടുതൽ വിശദീകരണം അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു തരത്തിലും അനുനയത്തിന്റെ പാതയിലേക്ക് CPI വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു അനുനയത്തിനും ഞങ്ങൾ ഒരുക്കമല്ല. PMC പദ്ധതിയിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് വരെ അതേ നിലപാടിൽ CPI ഉറച്ചു നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും CPI-ക്ക് ഒട്ടും ചെറുതല്ലാത്ത വലിയ തരത്തിലുള്ള അതൃപ്തിയും അമർഷവും ഇക്കാര്യത്തിനകത്തുണ്ട്. അത് പരിഹരിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ വരുന്ന മണിക്കൂറിൽ കണ്ടറിയേണ്ടത്. ഇതിന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ത് മറുപടി പറയും? മന്ത്രിമാർ വിട്ടുനിൽക്കുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ GR അനിൽ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല എങ്കിൽ പോലും അതൊക്കെ പാർട്ടി സെക്രട്ടറി പറയും. പാർട്ടി സെക്രട്ടറി ഒരുപക്ഷെ അതിനകത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും 27-ാം തീയതി ചേരുന്ന CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അതിനകത്ത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം പറയും. മന്ത്രിമാർ വിട്ടുനിൽക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ തീരുമാനത്തിലേക്ക് പോവുക. കാരണം മന്ത്രിസഭാ യോഗത്തിലടക്കം വലിയ തരത്തിലുള്ള അവഗണന മന്ത്രിമാർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിമാർ സ്വാഭാവികമായിട്ടും പാർട്ടി പറയുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും. പാർട്ടി പറയുകയാണ് മന്ത്രിമാർ രാജിവെക്കൂ, അല്ല അപ്പോൾ രാജിവെക്കാൻ അവർ തന്നെ തയ്യാറാകും. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കൂ, അവർ തയ്യാറാകും. കാരണം പാർട്ടിയെ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് LDF എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CPI-യെ അവഗണിക്കുന്നു എന്നുള്ള തോന്നൽ അവരിൽ ഓരോരുത്തരിലുമുണ്ട്.